നമുക്ക് രാജസ്ഥാൻ സ്റ്റൈലിലുള്ള ഒരു ബ്ലാക്ക് ചനയുടെ കടി കണ്ടാലോ? കടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മോരുകറിയുടെ വേറൊരു വേർഷനാണ്. ആ ഒരു ടേസ്റ്റ് തന്നെയാണ്, പക്ഷെ എന്നാൽ കുറച്ച് ഫ്ലേവേഴ്സിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് തൈരെടുത്തു. നിങ്ങൾക്ക് എത്രയാണോ തൈര് വേണ്ടത് അത്രയും തൈരെടുക്കുക. അതിലേക്ക് നമ്മൾ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കടലമാവ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിനി സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ നമ്മൾ കായപ്പൊടി മസ്റ്റാണ്. കായപ്പൊടി സ്കിപ്പ് ചെയ്യരുത്. കായപ്പൊടി എന്തായാലും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. കായപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ലൂസാക്കി വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കട്ടയെല്ലാം മാറ്റി കട്ടാതെ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ചീനിച്ചട്ടി എടുക്കുക. ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അത് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി രണ്ടും ചതച്ചതോ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വറ്റൽമുളകും അതുപോലെ തന്നെ പച്ചമുളകും അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ടും ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ലൂസാക്കി തന്നെ എടുക്കുക. അത് കടൽമാവ് ഇട്ടതുകൊണ്ട് കുക്കായി വരുമ്പം അത് കുറച്ച് തിക്ക് ആയിക്കോളും. അപ്പം നമ്മൾ ആദ്യം നന്നായിട്ട് ലൂസാക്കി തന്നെ അത് കുക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. അതൊന്ന് പകുതി കുക്കായി വന്നതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കറുത്ത കടല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിന്ന് കുക്കാവുന്ന അനുസരിച്ചിട്ട് അത് നല്ല കുറുകി വന്നോളും. കടലമാവ് ആയതുകൊണ്ട് പെട്ടെന്ന് അത് കുറുകി വന്നോളും. അതിനുശേഷം നമ്മൾക്ക് ഏത് രീതിയിലാണ് എത്ര തിക്കിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു തിക്കിൽ നമ്മൾക്ക് ഇത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗരം മസാല അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഗരം മസാല കൂടി ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അതുകൂടെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.